അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കൻ പേസർമാരുടെ തീ തുപ്പുന്ന പന്തുകൾക്ക് മുന്നിൽ സഞ്ജു സാംസൺ എന്ന മലയാളി താരം ബാറ്റ് വീശുമ്പോൾ കമന്ററി ബോക്സിൽ ഇരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കർ ഒരു നിമിഷം ആശങ്ക പ്രകടിപ്പിച്ചു. റോക്കറ്റ് വേഗത്തിൽ പാഞ്ഞെത്തുന്ന പന്തുകൾ സഞ്ജുവിനെ അപകടത്തിലാക്കുമെന്നതായിരുന്നു ഗവാസ്കറുടെ ആദ്യ നിരീക്ഷണം. ലുങ്കി എൻഗിഡിയുടെ കൃത്യതയാർന്ന ഔട്ട് സ്വിംഗറുകൾ സഞ്ജുവിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമിഷങ്ങൾ ഗവാസ്കറുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ എത്തിയ മാർക്കോ യാൻസന്റെ പന്തിന് അതിമനോഹരമായ ഒരു റിസ്റ്റ് വർക്കിലൂടെ മിഡ് ഓണിന് മുകളിലൂടെ സഞ്ജു ബൗണ്ടറി കടത്തിയപ്പോൾ ഗവാസ്കർക്ക് തന്റെ വാക്കുകൾ തിരുത്തേണ്ടി വന്നു. പന്തിന്റെ വേഗതയെയും ദിശയെയും ഒരുപോലെ കീഴ്പ്പെടുത്തിയ സഞ്ജുവിന്റെ ആ ബാറ്റിംഗ് മികവിനെ മാഗ്നിഫിസന്റ് എന്ന് വിളിക്കാനാണ് അദ്ദേഹം പിന്നീട് താല്പര്യം കാണിച്ചത്. കേവലം ഒരു ബൗണ്ടറിയല്ല, മറിച്ച് തന്റെ കരിയറിൽ ഉടനീളം താൻ നേരിട്ട അവഗണനകൾക്കും അവസര നിഷേധങ്ങൾക്കും സഞ്ജു നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ആ ഇന്നിംഗ്സ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 50 ദിവസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സഞ്ജുവിന് വീണ്ടും നീലക്കുപ്പായത്തിൽ ഇറങ്ങാൻ അവസരം ലഭിച്ചത്. ശുഭ്മാൻ ഗില്ലിനെ പോലുള്ള താരങ്ങൾക്ക് വേണ്ടി ഡഗൌട്ടിൽ നിസ്സഹായനായി കാത്തിരിക്കാൻ താൻ തയ്യാറല്ലെന്ന പ്രഖ്യാപനമായിരുന്നു സഞ്ജുവിന്റെ ഓരോ ഷോട്ടിലും നിഴലിച്ചത്. ദക്ഷിണാഫ്രിക്കൻ പേസർ ഒട്നെൽ ബാറ്റ്മാനെതിരെ സഞ്ജു കളിച്ച സ്ട്രൈറ്റ് ഡ്രൈവുകൾ ആധുനിക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗിന്റെ പൊസിഷനും ഷോട്ട് സെലക്ഷനും കമന്ററി ബോക്സിലിരുന്ന രവി ശാസ്ത്രിയും ഗവാസ്കറും ഒരുപോലെ പുകഴ്ത്തി. ഓഫ് സ്റ്റാമ്പിന് പുറത്തെത്തിയ പന്തുകളെ കവറിലൂടെയും മിഡ് ഓണിന് മുകളിലൂടെയും അതിർത്തി കടത്തിയപ്പോൾ അഹമ്മദാബാദിലെ കാണികൾ ആവേശത്തിലായി. മറുവശത്ത് അഭിഷേക് ശർമ്മയും തകർത്തടിച്ചതോടെ ഇന്ത്യൻ സ്കോറിംഗ് വല്ലാത്തൊരു വേഗത വന്നു. കേശവ് മഹാരാജിന് പകരം ദക്ഷിണാഫ്രിക്ക പരീക്ഷിച്ച ജോർജ് ലിൻഡയുടെ പന്തുകളെയും സഞ്ജു ദയയില്ലാതെ നേരിട്ടു. ലിൻഡയുടെ പന്തിൽ ടോൺ ലഭിക്കുന്നുണ്ടായിട്ടും പ്രതിരോധമല്ല തന്റെ ശൈലിയെന്ന് സഞ്ജു ഒരിക്കൽ കൂടി തെളിയിച്ചു. ഓഫ് സ്റ്റമ്പിനെ തൊട്ടുരുമ്പി കടന്നുപോയ ഒരു പന്തിനെ തൊട്ടടുത്ത നിമിഷം ലോങ് ഓണിന് മുകളിലൂടെ സിക്സറിന് പറത്തിയാണ് സഞ്ജു മറുപടി നൽകിയത്. ഒടുവിൽ അതേ ലിൻഡയുടെ പന്തിൽ ബൗൾഡായി മടങ്ങുമ്പോൾ സഞ്ജുവിന്റെ അക്കൗണ്ടിൽ 22 പന്തിൽ 37 റൺസ് ഉണ്ടായിരുന്നു. 168 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിന്റെ ബാറ്റിംഗിലെ ആത്മവിശ്വാസം വിളിച്ചോതുന്നതായിരുന്നു. എന്നാൽ ഈ റൺസിനേക്കാൾ ഉപരിയായി സഞ്ജു നേരിട്ട മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചാണ് ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത്. അടുത്ത ദിവസം തന്നെ ന്യൂസിലാൻഡ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ ലഭിച്ച ഈ ഏക അവസരത്തിൽ തിളങ്ങേണ്ടത് സഞ്ജുവിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു. ഫോം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന പല സീനിയർ താരങ്ങൾക്കും പ്രതിരോധത്തിലേക്ക് വലിഞ്ഞപ്പോൾ സഞ്ജു ഒരു 2020 ഓപ്പണർ എങ്ങനെയായിരിക്കണമെന്ന് ബാറ്റ് കൊണ്ട് കാണിച്ചു കൊടുത്തു. ഈ ഇന്നിംഗ്സിലൂടെ 2020 ക്രിക്കറ്റിൽ 8000 റൺസ് തികയ്ക്കാനും സഞ്ജുവിന് സാധിച്ചു. കൂടാതെ അഭിഷേക് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനു ശേഷം ഇന്ത്യക്കായി ഏറ്റവും കുറഞ്ഞ പന്തിൽ 1000 റൺസ് തികയ്ക്കുന്ന താരമെന്ന നേട്ടവും സഞ്ജു സ്വന്തമാക്കി. എന്തുകൊണ്ട് സഞ്ജുവിനെ പോലുള്ള സ്വാഭാവിക ടോപ്പ് ഓർഡർ ബാറ്ററെ ഇന്ത്യൻ ടീം മാറ്റി നിർത്തുന്നു എന്ന രവി ശാസ്ത്രിയുടെ ചോദ്യം BCCI സെലക്ടർമാർക്ക് നേരെയുള്ളതായിരുന്നു. സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന്റെ മൊത്തത്തിലുള്ള വേഗതയും ഇമ്പാക്റ്റിനെയും എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് ഈ മത്സരം വ്യക്തമാക്കുന്നു. വെറുമൊരു ബാറ്റർ എന്നതിലുപരി വിക്കറ്റിന് പിന്നിലും തന്ത്രപരമായ തീരുമാനങ്ങളിലും സഞ്ജുവിന്റെ പങ്ക് വലുതായിരുന്നു. ഡേവിഡ് മില്ലറെ പുറത്താക്കാനെടുത്ത നിർണായക ക്യാച്ചും മാർക്കോ യാൻസിന്റെ വിക്കറ്റിനായി ജസ്പ്രീത് ബുംറയും സൂര്യകുമാറും മടിച്ചപ്പോൾ റിവ്യൂ എടുക്കാൻ പ്രേരിപ്പിച്ചതും സഞ്ജുവിന്റെ മത്സരത്തിലുള്ള ശ്രദ്ധ വെളിപ്പെടുത്തി. ഗൗതം ഗംഭീറും അജിത് അഗാർക്കറും ഉൾപ്പെടുന്ന സെലക്ഷൻ കമ്മിറ്റിക്ക് ഇനി എത്ര കാലം സഞ്ജുവിന്റെ ഈ പ്രകടനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാനാകും എന്നതാണ് പ്രസക്തമായ ചോദ്യം. ശുഭ്മാൻ ഗില്ലിന്റെ മെല്ലെപ്പോക്ക് ബാറ്റിംഗിന് പകരം പവർ പ്ലേ ഓവറുകളെ ആക്രമിച്ച് കളിക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. T20 ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജു തന്റെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും ലോകകപ്പ് വേദിയിൽ സഞ്ജുവിന്റെ വെറും ഒരു ബാക്കപ്പ് താരമായി ഡഗ്ഔട്ടിൽ ഇരുത്തുമോ അതോ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. 2026 ലോകകപ്പിനെ ലക്ഷ്യമിടുന്ന ടീം സഞ്ജു സാംസൺ എന്ന ഇമ്പാക്ട് പ്ലെയറെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് തിരിച്ചടിയാകുമെന്ന് അഹമ്മദാബാദിലെ പ്രകടനം വ്യക്തമാക്കുന്നു. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ നിലനിർത്താൻ ടീം മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.